നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബിഗിനറായി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന, അതായത് നിങ്ങൾക്ക് ആ ഒരു ബിഗിനർ നിലക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പം തമ്മിൽ കണ്ടതുപോലെ തന്നെ ട്രൈപാഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ അൺബോക്സ് ചെയ്യുന്നതും അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ സെറ്റിംഗ്, ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള മൊത്തം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജും കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സിലാണ് നമ്മളെ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇന്നറിലായിട്ട് ഇതുപോലെ വേറൊരു ബോക്സ്, ട്രൈപാഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ പുറത്തായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു ഹൈറ്റൊക്കെ, ഒരു മീഡിയം ഹൈറ്റൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി, അതായത് ഞാൻ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ 299 രൂപ. സോ ഞാൻ വാങ്ങിയിട്ടുള്ളത് 369 രൂപയ്ക്കാണ്. സോ ചില ഓഫർ ടൈമിലൊക്കെ 299 രൂപക്കും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യെല്ലോ ബോക്സും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ക്ലിപ്പാണ്, അതായത് നമ്മൾ ഈ ഒരു മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ക്ലിപ്പാണ് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത്. സോ അടുത്തായിട്ട് ഒരു ബ്ലാക്ക് കവറിൽ ഒരു ബൈൻഡ് ചെയ്ത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു കവർ നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ട്രൈപാഡ് ചെറിയ സ്മോൾ സൈസിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഇൻസൈഡ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെസ്റ്റ് കവറാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കവർ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയൊരു ട്രൈപാഡാണ്, എന്നാൽ ഇതൊന്ന് ലെങ്ത് ആക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ചെയ്ത്, അതായത് ക്ലിപ്പൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തുള്ള ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ലെഗും, അതായത് ട്രൈപാഡിൻ്റെ ഓരോ ലെഗും നമുക്ക് ഇതുപോലെ ലെങ്ത് ആക്കി വെക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിനേക്കാൾ ലെങ്ത് ആക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഒന്ന് സ്പീഡിലാക്കിയിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടി നമുക്ക് ലെങ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ലെങ്തിങ് ഈ ഒരു ട്രൈപാഡിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 299, 300, 350 ഇടയിലുള്ള ആ ഒരു പ്രൈസ് റേഞ്ചാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ചുകൂടി സെറ്റിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ ഒരു സ്റ്റാൻഡ് മൊത്തത്തിൽ ആക്കി കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്ലിപ്പ് ഈ ഒരു സ്ക്രൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിൽവർ കളറിലായിട്ട്. സോ നിങ്ങളായിട്ട് അതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തായിട്ട് ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം, ഒരു ടൈറ്റ് ആക്കുന്ന ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ടൈറ്റായി ലഭിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ക്ലിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തതിന് ശേഷം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ മൊബൈൽസ് നമുക്ക് ഇതുപോലെ ഏത് റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലിപ്പ് നമുക്ക് താഴത്തേക്ക്, അതായത് ഡൗൺ വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്കിതുപോലെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതുപോലെ നല്ലൊരു യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണിത്.
ഓക്കെ, അപ്പോൾ ഫുൾ സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു സ്ക്രൂ ജസ്റ്റ് ബാക്കിലുള്ള സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു മൊബൈൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അടിയിലുള്ള, അതായത് ഡൗൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് മുകളിൽ നിന്ന് ക്യാമറ ഒരു രീതിയിലും ഒരു ഇളകാതെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബിഗിനേഴ്സായ യൂട്യൂബേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം കുറച്ചൊക്കെ നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ വരല് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു പ്രൊഡക്റ്റ് ഏതെങ്കിലും നല്ലൊരു പൈസ വരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു മൊബൈൽ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൊബൈൽ വെച്ചതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ആ ഒരു സ്ക്രൂ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളുടെ വീഡിയോ വരുന്നത് ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ക്യാമറ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഞാനിപ്പം കുറച്ചൊന്ന് താഴത്തേക്കായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രൂ ജസ്റ്റ് ടൈറ്റാക്കി കൊടുക്കാൻ മതി. ഓക്കെ, അപ്പോൾ ഒരു രീതിയിലും ഒരു ഇളക്കോ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നല്ലൊരു അടിപൊളി ക്വാളിറ്റിയാണ് ഈ ട്രൈപോഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 500-600 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നൽകേണ്ടി വരുന്നതായിരിക്കും. സോ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 350 ആ ഒരു റേഞ്ചിലേക്കാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബെറ്റർ ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് വീഡിയോകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, ഈ ഒരു ട്രൈപോഡിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു ഗ്രീൻ ജെല്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രീൻ ജെല്ല് നിങ്ങൾ മൊബൈൽ ക്യാമറ കറക്റ്റിലാണോ വെക്കുന്നത്, അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഈ ഒരു ഗ്രീൻ ജെല്ല് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ടൊരു ജെല്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക, കാരണം നമ്മുടെ ക്യാമറക്ക് അത്ര ക്ലിയർ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയൊരു മൊബൈലിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ആ ജെല്ല് ഇങ്ങനെ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററിൽ വെക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ അതായത് നമ്മൾ വെക്കുന്ന ആ ഒരു ക്യാമറ കറക്റ്റ് പൊസിഷനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ആ ജെല്ല് ജസ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്യാമറ വെക്കുന്ന പൊസിഷൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.